Okay, so we have discussed that the anthrozoids or the male gamete fuses with the female gamete egg to form a zygote. So the zygote will be diploid in nature. Okay, the male gamete will be haploid, female gamete will be haploid. So who produces the gametes? The gametes will be produced from the gametophyte. Okay, ഈ ഒരു പാർട്ട് നമ്മൾ പറഞ്ഞു gametophyte എങ്ങനെയാണ് haploid ആണ് and it will produce the gametes. So gametes will be haploid and these gametes will fuse to form a zygote which is diploid in nature. Zygote എങ്ങനെയായിരിക്കും? Diploid ആയിരിക്കും, 2n ആയിരിക്കും. അപ്പോൾ full set of chromosome present ആയിട്ടുള്ളതായിരിക്കും zygote. Then the second stage is sporophyte stage. Okay, so gametophyte stage, it is the sexually reproducing stage, that is it will produce gametes. But this sporophyte stage is asexually reproducing stage. Okay, asexual reproduction ആണ് അവിടെ നടക്കുന്നത്. It will form spores. പേര് പോലെ തന്നെ gametophyte gametes form ചെയ്യും. Sporophyte will form spores. So first stage നമ്മൾ പറഞ്ഞു gametophyte will produce gametes will fuse to form zygote which is diploid in nature. Then how are the spores formed? Okay, so the spores are formed from this zygote. So the zygote has to undergo reduction division, that is meiosis. നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും mitosis and meiosis. ഓക്കെ, സ്കൂളിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവുമല്ലോ. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് 2 യൂണിറ്റും കൂടി കഴിയുമ്പോൾ വരുന്നുണ്ട് സെൽ സൈക്കിളൊക്കെ, അവിടെ നമ്മൾ പഠിക്കുന്നുണ്ട്. സോ 2 types of division, mitosis and meiosis. So mitosis is the equational division. Right, what do you mean by equational division? That is the chromosome number will remain same. ഇപ്പോൾ മൈറ്റോസിസിൽ ഒരു സെല്ല് ഡിവൈഡ് ചെയ്ത് 2 സെൽസ് ഫോം ചെയ്ത് കഴിയുമ്പം ഈ സെല്ലിന് 46 നമ്പർ ഓഫ് ക്രോമസോം ആണെങ്കിൽ, പേരന്റ് സെല്ലിന് 46 നമ്പർ ഓഫ് ക്രോമസോം ആണെങ്കിൽ ഡോട്ടർ സെൽസിലും എത്ര തന്നെ ആയിരിക്കും? സെയിം നമ്പർ ഓഫ് ക്രോമസോം. ദാറ്റ് ഈസ് ഇക്വേഷണൽ ഡിവിഷൻ. ഓക്കെ, സോ മൈറ്റോസിസ് ഈസ് ഇക്വേഷണൽ ഡിവിഷൻ. ദെൻ സെക്കൻഡ് വൺ meiosis. So meiosis is also known as reduction division. Meiosis is reduction division. So what do you mean by reduction division? Reduction division mainly occurs in case of gametes or sex cells. Gametes in the case lana meiosis main aayittu nadakkunnu. Here if the parent cell have 46 number of chromosome, when after meiosis the daughter cells formed will have 23 number of chromosome. That is the chromosome number will be reduced to half. ഓക്കെ, മിയോസിസ് നടന്ന് ഫോം ചെയ്യുന്ന ഡോട്ടർ സെൽസിന് പേരന്റ് സെല്ലിനെക്കാട്ടിലും ഹാഫ് നമ്പർ ഓഫ് ക്രോമസോം ആണ് ഉണ്ടാവുള്ളൂ. പേരന്റ് സെല്ലിൽ 2 ക്രോമസോം ആണെങ്കിൽ ഡോട്ടർ സെല്ലിൽ എത്ര ഉണ്ടാവും? 1 എണ്ണമാണ് ഉണ്ടാവുള്ളൂ. ഓക്കെ, പേരന്റ് സെല്ലിനെക്കാട്ടിലും ഹാഫ് നമ്പർ ഓഫ് ക്രോമസോം ആണ് ഡോട്ടർ സെൽസിൽ പ്രസന്റ് ആവുള്ളൂ ഇൻ കേസ് ഓഫ് മിയോസിസ് ഓർ റിഡക്ഷൻ ഡിവിഷൻ. സോ ദിസ് മിയോസിസ് ഓർ റിഡക്ഷൻ ഡിവിഷൻ മെയിൻലി ടേക്സ് പ്ലേസ് ഡ്യൂറിങ് ദ ഫോർമേഷൻ ഓഫ് ഗാമീറ്റ്സ്. ഓക്കെ, സോ നമ്മൾ പറഞ്ഞു ഇവിടെ സൈഗോട്ട് ഫോം ചെയ്തു. സൈഗോട്ട് ഈസ് ഡിപ്ലോയിഡ് ഇൻ നേച്ചർ. സോ സൈഗോട്ട് ഫസ്റ്റ് ദ സൈഗോട്ട് എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ, നോർമലി നമുക്ക് സ്പോർ ഫോം ചെയ്യണമെങ്കിൽ അവിടെ മിയോട്ടിക് ഡിവിഷൻ നടക്കണം സൈഗോട്ടിന്. പക്ഷെ ആദ്യം തന്നെ നടക്കുന്നത് അവിടെ ഒരു മിയോട്ടിക് ഡിവിഷൻ അല്ല. സോ ദ സൈഗോട്ട് ഫസ്റ്റ് ഇറ്റ് വിൽ പ്രൊഡ്യൂസ് എ മൾട്ടിസെല്ലുലാർ സ്ട്രക്ചർ നോൺ ആസ് sporophyte. So the zygote will produce a multicellular structure known as sporophyte which is attached to the gametophyte. നമുക്ക് ഈ സ്ട്രക്ചറിൽ നിന്ന് തന്നെ കാണാം സ്പോറോഫൈറ്റ് ഫോം ചെയ്യും. ആദ്യമാണ് സ്പോറോഫൈറ്റ് ഫോം ചെയ്യുന്നത്? സൈഗോട്ട് ആണ് ഫോം ചെയ്യുന്നത്. ഓക്കെ, ഗാമേറ്റ് മെയിൽ ഗാമേറ്റ് ആൻഡ് എഗ് ഫ്യൂസ് ചെയ്ത് ഫോം ചെയ്യുന്ന സൈഗോട്ട് ദാറ്റ് വിൽ ഫോം ദ അസെക്ഷുവൽ റീപ്രൊഡക്ഷൻ സ്റ്റേജ് ദാറ്റ് ഇസ് സ്പോറോഫൈറ്റ്. സോ സ്പോറോഫൈറ്റ് ഫോം ചെയ്യും. But this sporophyte is dependent on this gametophyte for its nutrition. Sporophyte ആരുമായിട്ട് അറ്റാച്ച്ഡ് ആയിരിക്കും? ഗാമറ്റോഫൈറ്റുമായിട്ട് അറ്റാച്ച്ഡ് ആയിട്ടായിരിക്കും ഇരിക്കുന്നത്. ആൻഡ്
it obtain nutrition from this gametophyte. സ്പോറോഫൈറ്റിന് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഒരു എക്സിസ്റ്റൻസ് ഉണ്ടാവില്ല. സ്പോറോഫൈറ്റ് ഇവിടെ ഗാമറ്റോഫൈറ്റ് ആണ് നമുക്ക് കാണാം. ഇവിടെ ലീഫ് ലൈക്ക് റീജിയൻ ഒക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഫോട്ടോസിന്തസിസ് ഒക്കെ നടക്കുന്നത് ഈ ഗാമറ്റോഫൈറ്റ് റീജിയനിലാണ് ഫോട്ടോസിന്തസിസ് പ്രോസസ് ഒക്കെ നടക്കുക. ഓക്കെ, സോ ഹിയർ certain leaf like structures are present. So photosynthesis will occur in this gametophyte region and food preparation is done by this gametophyte region. So the sporophyte, we can say that sporophyte, it is not free living but it is attached to gametophyte and it will obtain nutrition from this gametophyte. Sporophyte എങ്ങനെയാണ്? ഫ്രീ ലിവിങ് അല്ല. ആരുമായിട്ട് അറ്റാച്ച്ഡ് ആണ്? ഗാമറ്റോഫൈറ്റുമായിട്ട് അറ്റാച്ച്ഡ് ആണ്. ഗാമറ്റോഫൈറ്റിൽ നിന്ന് ന്യൂട്രീഷൻ ഒബ്റ്റെയിൻ ചെയ്തിട്ടാണ് സ്പോറോഫൈറ്റ് സർവൈവ് ചെയ്യുന്നത്. ഓക്കെ, സോ ദ സൈഗോട്ട് will produce a multicellular structure known as sporophyte, and the sporophyte is attached to the gametophyte and it will obtain nutrition from this gametophyte. Then some cells of this sporophyte, okay, some cells of this sporophyte will undergo meiosis, that is the reduction division to form spores. എല്ലാ സെൽസും സ്പോർ ഫോം ചെയ്യില്ല. സം സെൽസ് ഓഫ് ദിസ് sporophyte will undergo meiosis to form spores and the spores will germinate to form a new gametophyte. Spores സോയിലൊക്കെ വീണ് ജെർമിനേറ്റ് ചെയ്യും. These spores germinate to form a new gametophyte. അപ്പോൾ ഇവിടെ ഒരു സൈക്ലിക് ആയിട്ടുള്ള പ്രോസസ്സാണല്ലേ. അതായത് ഗാമറ്റോഫൈറ്റ് സ്പോസിന് ഗാമറ്റോഫൈറ്റ് ഫോം ചെയ്യും. ഗാമറ്റോഫൈറ്റ് എന്ത് ഫോം ചെയ്യും? മെയിൽ ഗാമേറ്റ് ആൻഡ് ഫീമെയിൽ ഗാമേറ്റ് വിൽ ബി ഫോംഡ്. ദിസ് മെയിൽ ആൻഡ് ഫീമെയിൽ ഗാമേറ്റ് വിൽ ഫ്യൂസ് ടു ഫോം എ സൈഗോട്ട്. ദെൻ സൈഗോട്ട് വിൽ ഫോം എ സ്ട്രക്ചർ കോൾഡ് sporophyte. Some cells of the sporophyte will undergo meiosis to form spores. Spores again will form gametophyte. അപ്പോൾ ഇതൊരു സൈക്കിളായിട്ട് നടക്കുന്ന ഒരു പ്രോസസ്സാണ്. ഓക്കെ, ഞാൻ ജസ്റ്റ് അതൊരു സൈക്കിളായിട്ടൊന്ന് വരച്ച് കാണിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇത് ടെക്സ്റ്റിലൊന്നും ഉള്ളതല്ല, നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് വരയ്ക്കുന്നതാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു തുടങ്ങിയത് എവിടെ നിന്നായിരുന്നു? ഒരു റൂട്ട് ലൈക്ക് സ്ട്രക്ചർ ഉണ്ട് നോൺ ആസ് റൈസോയിഡ്സ്. അത് ഓർത്തിരിക്കുക, റൂട്ട് ലൈക്ക് സ്ട്രക്ചർ നോൺ ആസ് റൈസോയിഡ്സ്. ട്രൂ സ്റ്റെം, ലീവ്സ് ആൻഡ് റൂട്ട്സ് ആർ ആബ്സെന്റ് ബട്ട് there are leaf like structure which perform photosynthesis. Then stem like structure known as setae is present. Then there are two parts. There is a gametophyte part and there is a sporophyte part. So first എന്തായിരുന്നു നമ്മൾ പറഞ്ഞത്? That is the gametophyte part that will produce gametes. Okay, male gamete and female gamete. Male gamete എവിടെയായിരിക്കും ഉണ്ടാവുന്നത്? Male gamete will be present in the male reproductive organ known as antheridium and female gamete will be produced in the female reproductive part known as archegonium. Okay, so the male gamete fuses with male gamete called the antherozoids. Biflagellated ആയിട്ടുള്ള antherozoids ആയിരുന്നു male gametes. They fuse with female gamete egg to form what? Zygote. So the gamete will fuse to form a zygote. Then what will this zygote form? This zygote form a multicellular structure known as sporophyte. Zygote will form sporophyte. This sporophyte will be attached to this gametophyte and will obtain nutrition from this gametophyte. അപ്പോൾ ഇതിലെ photosynthetic part ഏതാ? sporophyte ആണോ gametophyte ആണോ? The photosynthetic part is this gametophyte. Gametophyte ആണ് photosynthetic part. It will prepare food. So sporophyte will obtain nutrition from this gametophyte part. Then sporophyte form ചെയ്തു. Next one, some cells of the sporophyte will undergo meiosis to form spores and these spores will germinate. Germination, this will germinate. സോയിലൊക്കെ വീണ് കഴിഞ്ഞാൽ ജെർമിനേറ്റ് ചെയ്യും. They will germinate to form gametophyte.
സോ ഇവിടെ ഒരു സൈക്കിളായിട്ടുള്ള ഒരു പ്രോസസ്സാണ് നടക്കുന്നത്. ദെൻ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഈ ഒരു ഫിഗർ ഉണ്ട് കേട്ടോ. ഈ ഒരു ഗാമറ്റോഫൈറ്റ് സ്പോറോഫൈറ്റ് സ്റ്റേജുള്ള ഫിഗർ ഉണ്ട്. ആ ഫിഗർ നിങ്ങൾ കറക്റ്റായിട്ട് നോക്കണം, കാരണം ഈ ഒരു ഫിഗർ വച്ചിട്ട് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങളിത് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുക. എങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആണ് ആ പാർട്ടിൽ നിന്ന് വരാറുള്ളതെന്ന് നമ്മൾ ഈ യൂണിറ്റ് കഴിയുമ്പോൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഈ ഒരു സ്ട്രക്ചറും ഈ ഒരു പ്രോസസ്സും ക്ലിയർ ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം.